ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് വെച്ചെടുക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഗ്യാസിലാണ് കേട്ടോ ചായ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വേഗം തന്നെ അതൊക്കെ ഒന്ന് ആറ്റിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് വേണം ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ചായയൊക്കെ നന്നായി ആറ്റുന്ന സമയത്താണ് നമ്മുടെ അക്ഷയ ഓടി വന്നിട്ട് പറയുകയാണ്, നമ്മൾ ചെരുപ്പ് വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ നമ്മുടെ പാഞ്ചു കയറി കിടക്കണു, അതിൻ്റെ കുട്ടികളൊക്കെ നിലത്ത് കിടക്കണമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പിന്നെ അതെല്ലാം കേട്ട് ഞാൻ പിന്നെ വേഗം തന്നെ ചായ കുടിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചായ കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് പച്ചക്കറി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് പച്ചക്കറി കട്ട് ചെയ്യും വേണം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ടത് അങ്ങോട്ട് മാറ്റി വെച്ചു. അതിന് ശേഷം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറി പറഞ്ഞാൽ ഉള്ളി, പച്ചമുളക്, തക്കാളി ഇതൊക്കെയാണ് കേട്ടോ ഒന്ന് എടുത്തിട്ട് കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നന്നായി തന്നെ കഴുകിയതിന് ശേഷം അതെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു തക്കാളി നമ്മൾ എടുത്തിരിക്കുന്നത് ആപ്പിൾ തക്കാളിയാണ് കേട്ടോ. പിന്നെ ഒരു വലിയ ഉള്ളി, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കഴുകിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇന്നലെ രാത്രി 1 കപ്പ് നമ്മുടെ ബ്രൗൺ കടല കേട്ടോ അത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി തന്നെ കഴുകിയതിന് ശേഷം നമ്മുടെ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മുടെ ഉള്ളി, ഇഞ്ചി, അതുപോലെ പച്ചമുളക്, തക്കാളി ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഈസി ആയിട്ടുള്ള അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വഴറ്റി അങ്ങനെയുള്ള ഒന്നും വേണ്ട കേട്ടോ. സിമ്പിളായി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. കടലയ്ക്ക് എത്ര വേവ് വേണോ അതിനനുസരിച്ച് വിസിൽ അടുപ്പിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാനതവിടെ വേവാൻ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ട് നമ്മൾ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കുന്ന കറി പുട്ടിനും അതുപോലെ നമ്മുടെ ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ. എളുപ്പത്തിലും നല്ല ടേസ്റ്റോട് കൂടിയിട്ടും നമുക്ക് വേഗം തന്നെ കടലക്കറി ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് തിരക്കുള്ള സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ അതിലേക്കുള്ളൊരു അരപ്പുണ്ടാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ, അതുപോലെ 1/4 സ്പൂൺ പെരിഞ്ചീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഒരു കുഞ്ഞു സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് ഇതിലേക്ക് ഒരു നല്ല ജീരകവും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി തന്നെ അരച്ചിട്ട് വരണം കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കർ നന്നായി തന്നെ വിസിലടിച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ വിസിലെല്ലാം മാറിയതിന് ശേഷം ഞാനത് ഓപ്പൺ ചെയ്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള നമ്മുടെ ഇഞ്ചി അതുപോലെ തക്കാളി ഇതെല്ലാം നന്നായി തന്നെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടെ ഉടയാൻ വേണ്ടിയിട്ട് ഞാൻ കൈലിൻ്റെ കണം കൊണ്ട് ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് നമ്മുടെ ഈ കൂട്ടാൻ കുറച്ച് കിണുപ്പോട് കൂടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് നന്നായി തന്നെ വെള്ളമെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇരിക്കുന്നതോറും കുറച്ച് കുറുകും, അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റിയ നമ്മുടെ കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനതവിടേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് കടുക് വറുത്ത് ചേർക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് പൂണ്ടെടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. പക്ഷെ നമ്മുടെ അശ്വിന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കടലക്കറിയാണ് വെക്കുന്നത് പറഞ്ഞപ്പോൾ അതിൽ നമ്മുടെ തേങ്ങാക്കൊത്തോട് ചേർക്കണം പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തേങ്ങ കൊത്തി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പാൻ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച് മാറ്റി വെച്ച് നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് വെളുത്തുള്ളി ചേർക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ മാറുക. പിന്നെ നമുക്ക് ചെറിയുള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ തേങ്ങാക്കൊത്തുള്ള കാരണം പിന്നെ അതൊന്നും ചേർക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ എല്ലാം നന്നായി തന്നെ മൂത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. നമ്മുടെ കറി നല്ല കിണുപ്പും അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടില്ലേ എന്ന പോലത്തെ ഒരു കടലക്കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ താളിപ്പെല്ലാം ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം പോയിട്ട് നമ്മുടെ കുഞ്ഞ് ഒരു കറിവേപ്പ് കൊണ്ടുവന്നിട്ട് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് വേഗം തന്നെ പുട്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്
പുട്ടും കടലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ പാത്രമൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് അതിന് ശേഷം പുട്ടൊക്കെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ പുട്ട് റെഡിയായി കിട്ടിയിട്ടാ. അപ്പോൾ ഞാൻ അതൊന്ന് കുത്തിയെടുക്കുന്നുണ്ട്. എപ്പോഴും എനിക്ക് ആദ്യം ഇതുപോലത്തെ ഫസ്റ്റ് ഉണ്ടാക്കുന്ന പുട്ട് ഇതുപോലെ കുത്തിയാൽ കറക്റ്റായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വരില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെല്ലാവർക്കും അങ്ങനെയാണോ, അത് എൻ്റെ പുട്ടും കുറ്റി ശരിയല്ലാണ്ടാണോ, അത് എനിക്ക് കുത്താൻ അറിയാണ്ടാണോ, ഒന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ആദ്യത്തെ പുട്ടും കുറ്റി കുത്തുമ്പോൾ ഭയങ്കര കഷ്ടമാണ് എനിക്ക്. അത് കറക്റ്റായിട്ട് വേഗം വരില്ല കേട്ടോ. ചിലപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിട്ടൊക്കെ പോകും. പിന്നെ രണ്ടാം പ്രാവശ്യമൊക്കെ അത് കുത്തുന്ന സമയത്ത് കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യത്തെ പുട്ടൊക്കെ കുത്തിയെടുത്തു. അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ അശ്വിന് കഴിക്കാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിനി കുറച്ച് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ വെജിറ്റബിൾസ്, അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതെല്ലാം വെള്ളത്തിൽ നിന്ന് വാരിയെടുത്തതിന് ശേഷം നമ്മുടെ ക്യാരറ്റിൻ്റെയൊക്കെ തോലെല്ലാം കളഞ്ഞിട്ട് നന്നായി തന്നെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് വേഗം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, അതുപോലെ നമ്മുടെ കുക്കമ്പർ, അതുപോലെ നമ്മുടെ ആപ്പിൾ തക്കാളി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊരു പ്ലേറ്റിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ അളവിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സാലഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആപ്പിൾ തക്കാളി ചേർക്കുമ്പോൾ എന്താ അറിയോ, അധികം പുളിപ്പുണ്ടാവില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം മൂന്നും ചേർത്ത് കൊടുത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആപ്പിളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ആപ്പിൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതെല്ലാം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ പച്ചക്കറികളെല്ലാം ഇന്നലെ ഏട്ടൻ വൈകുന്നേരം വരുമ്പോൾ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുക്കമ്പറും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നൊരു സാലഡ് ഉണ്ടാക്കിയത് നമ്മൾ. അപ്പോൾ ഞാനത് അശ്വിന് എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അശ്വിൻ പറയണേ സാലഡേ വേണ്ട പറഞ്ഞു. പിന്നെ ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ തക്കാളി വേണ്ട, ബാക്കി തന്നാൽ കഴിക്കാൻ പറഞ്ഞു കേട്ടോ. അത് കൊടുത്തത് കഴിച്ചതൊന്നും ഇല്ല കേട്ടോ. 2 വായി എന്തോ കഴിച്ചിട്ട് ബാക്കി ഇവിടെ തന്നെ തിരിച്ചു കൊണ്ട് തന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ ഏട്ടനുള്ള ഭക്ഷണമൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. ഇപ്പോൾ അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എനിക്കും ഭയങ്കര മടിയാണ് ഇങ്ങനെയുള്ള പച്ചക്കറിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്നെ കൂടെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രം തന്നെ ഞാൻ തന്നെ ഒന്ന് കണ്ടുപിടിച്ചതാണ് കേട്ടോ. എന്താ പറയുക, ഇങ്ങനെ ഒന്നും കഴിക്കാണ്ടിരുന്നാൽ നമ്മൾ അരിയാഹാരം മാത്രം ഒരുപാട് കഴിച്ചാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ. പിന്നെ നമുക്ക് ഫസ്റ്റൊന്നും ഇങ്ങനെ കഴിച്ചൊരു ശീലമില്ല. അപ്പോൾ അങ്ങനെയും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുപോലെ കുട്ടികളും ആവരുത് എന്ന് പറഞ്ഞിട്ട് ഞാനും ഒന്ന് മുൻകൈ എടുത്തിട്ട് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് കഴിക്കാമെന്നൊന്ന് തീരുമാനിച്ചതാണ് കേട്ടോ. എനിക്ക് ഈ സാധനം തീരെ ഇഷ്ടമൊന്നും അല്ല, എന്നാലും കഴിക്കണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ അവനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെ അവനുള്ള ചോറൊക്കെ ആക്കി കൊടുത്ത് അവനങ്ങനെ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മുടെ പാഞ്ചു അതാ മുമ്പ് പോകുന്നുണ്ട്. പാഞ്ചുവിൻ്റെ കുട്ടികളൊക്കെ അതാ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ ടാറ്റയൊക്കെ തന്ന് പോയി. അപ്പോൾ നമ്മുടെ പാഞ്ചു നേരെ പോയി റോട്ടിൽ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി അവൻ പോയിട്ട് വേണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അവരെല്ലാവരും ഭക്ഷണം കഴിച്ചു. അക്ഷയ്ക്ക് ലീവാണ് കേട്ടോ, എക്സാമിൻ്റെ ലീവാണ്. അശ്വിന് മാത്രമേ പോകണ്ടു, പിന്നെ അവന് മാത്രമേ ചോറും കൊണ്ടുപോകണ്ടു കേട്ടോ. അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ സാലഡ് കുറച്ച് കഴിച്ചു, പിന്നെ കുറച്ച് പുട്ട് കഴിച്ചു, പിന്നെ വീണ്ടും ആ സാലഡ് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മളെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചില സൂത്രങ്ങളും കൂടെ എടുക്കണതൊക്കെ നല്ലതാണ് കേട്ടോ. എങ്കിൽ മാത്രമല്ല ഇതുകൂടെ നമ്മുടെ വയറ്റിലും കൂടെ പോവുള്ളൂ. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ അമ്മ എപ്പോഴും ചീത്ത പറയും, അമ്മ ഇതൊന്നും കഴിക്കില്ലല്ലോ, എന്താ കഴിക്കാത്ത ചോദിച്ചിട്ടാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ല, പക്ഷെ എന്നാലും കഴിക്കണ്ടേ പറഞ്ഞിട്ട് അങ്ങോട്ട് കഴിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക പറഞ്ഞാൽ നമുക്കൊന്ന് പാത്രം കഴുകണത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. എന്താ പറയുക, നമ്മുടെ വാഷ് ബേസിൻ്റെ അത് വീണ്ടും ബ്ലോക്കായി. പിന്നെ നമ്മൾ വേറെ നമ്മുടെ വേസ്റ്റ് കുഴി കുഴിക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ട് കേട്ടോ. അവരവിടെ കുഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ കഴുകാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുഴിയിലേക്കല്ല, നമ്മുടെ പൈപ്പിൽ നിന്ന് വെള്ളം നിറഞ്ഞ് നിൽക്കണം. കുറച്ച് കഴിയുമ്പോൾ അത് കുറേശ്ശെ പോകുമ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വിചാരിച്ച പോലെ എല്ലാ പാത്രവും അങ്ങോട്ട് നമുക്ക് കഴുകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പാത്രങ്ങളൊക്കെ ഒരു സൈഡ് വെച്ചിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യണം കേട്ടോ, ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ സമയം കൊണ്ട് അടിക്കലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ വേസ്റ്റ് കുഴി കാണിച്ചു തരാം.
പുതിയതായിട്ട് കുഴിച്ചിട്ടുള്ള കുഴിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ വേസ്റ്റ് കുഴിക്ക്. നമുക്കുള്ള വേസ്റ്റ് കുഴിക്ക് നിറയൊന്നുമില്ല, പക്ഷേ വെള്ളം ഇവിടുന്ന് അങ്ങോട്ട് പാസ് ചെയ്ത് പോകില്ല. ആ ഒരു പ്രശ്നം കൊണ്ട് നമ്മളിപ്പോൾ അടുത്ത് തന്നെ വേറൊരു വേസ്റ്റ് കുഴി കുഴിച്ചിരിക്കുകയാണ് കേട്ടോ, നമ്മുടെ വാഷ് ബേസിൻ്റെ ഏകദേശം അടുത്തായിട്ട്. അപ്പോൾ അത് ഏകദേശം കുഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവർ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇനി ഇത് പൈപ്പൊക്കെ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതാണുണ്ട് നമ്മുടെ പാഞ്ചൂനെയും കുട്ടികളെയും നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്താ പറയുക, എല്ലാവർക്കും ചിലപ്പോൾ ഇത് ഇഷ്ടമായി എന്ന് വരില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒന്ന് കണ്ടോട്ടെ പറഞ്ഞിട്ടാണ് കേട്ടോ. അവളുടെ 3 കുട്ടികളും അവളും ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ തന്നെ. ഇനിയിപ്പോൾ ഇതിനെ എപ്പോൾ നമ്മുടെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് നമുക്കറിയില്ല, ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും നല്ല കളിയാണ്. പാഞ്ചു കിടക്കുകയാണ്, കളിക്കുക, പാല് കുടിക്കുക, അടി കൂടുക, ഇതന്നെയാണ് കേട്ടോ ഒരു പണി. അങ്ങനെ കുറേ നേരം കളിച്ച് കഴിഞ്ഞ് അമ്മയും മക്കളും നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മുടെ അവിടെ കുംഭാഭിഷേകമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ നമ്മൾ ഈ കാണിക്കുന്നത്. കണ്ടോ, നല്ല പാടം. ഇതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ അമ്പലം. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അവിടെ കുംഭാഭിഷേകം വരുന്നുണ്ട്, അപ്പോൾ കാണിച്ചു തരാമെന്ന് കേട്ടോ. അപ്പോൾ നല്ല പാടമൊക്കെ ഇപ്പോൾ ഏകദേശം പഴുപ്പടിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ നെല്ലൊക്കെ. അപ്പോൾ അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലവും അമ്പലത്തിൻ്റെ ചുറ്റുപാടും ഓക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നിറമാലയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. അപ്പോൾ അതിൻ്റെ പ്രസാദം ഉണ്ട്, അത് വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അന്നദാനം ഉണ്ട് കേട്ടോ. നമുക്ക് കുറേ ദിവസം ഇവിടെ ഉച്ചക്കലും വൈകുന്നേരം നമുക്ക് അന്നദാനമൊക്കെ ഉണ്ട് കേട്ടോ. ഭക്ഷണം കഴിക്കാനുണ്ട്, പോയവർക്ക് ഭക്ഷണം കഴിക്കുക, അത് കഴിഞ്ഞ് പരിപാടി കാണുക, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഭാരതപ്പുഴ കേട്ടോ, എൻ്റെ പിന്നാലെ കാണുന്നത് കേട്ടോ ഭാരതപ്പുഴ. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഏട്ടനാണ് കേട്ടോ. അപ്പോൾ വീഡിയോക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ മൂപ്പർക്ക് അധികം തിരക്കില്ലാത്ത കാരണം എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു തന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു. അതുപോലെ നമ്മുടെ അമ്പലവും അതുപോലെ നമ്മുടെ പുഴയും നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ അമ്പലത്തിൽ തൊഴുതിയൊക്കെ വന്നു കേട്ടോ. അതൊന്നും പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ. അത് എന്താ പറയുക, അമ്പലത്തിൻ്റെ അതൊന്നും എടുത്താൽ ശരിയാവില്ല, അതുകൊണ്ടാണ് നമ്മൾ അതൊന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങി കണ്ടോ. നെൽവയലും റെയിൽപ്പാളമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, റെയിൽപ്പാളത്തിൽ ട്രെയിനൊക്കെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ശ്രദ്ധ കൂടെ വേണം കേട്ടോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകണം കേട്ടോ. നിറയെ ആൾക്കാർ വന്ന് കഴിക്കും കേട്ടോ. നമ്മുടെ ചുറ്റുപാടുള്ളവർ നല്ലോണം ആൾക്കാർ എല്ലാവരും വന്ന് കഴിക്കും കേട്ടോ. ഭഗവാന്റെ പ്രസാദമല്ലേ. എപ്പോഴും ഈ ശിവരാത്രി സമയത്ത് 10 ദിവസം ഇവിടെ 2 നേരവും ഭക്ഷണവും തിരക്കും തന്നെ ആയിരിക്കും കേട്ടോ. ഇന്നിപ്പോൾ ഞാനും ഏട്ടനും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതാണ് കേട്ടോ നമുക്ക് തന്നിട്ടുള്ള ഭക്ഷണം: ചോറ്, സാമ്പാർ, അവിയൽ, ഇഞ്ചിപ്പുളി, ഉപ്പേരി, പപ്പടം, രസം, പിന്നെ അതുപോലെ തന്നെ ഗോതമ്പ് പായസം കേട്ടോ. ഓരോ ദിവസം ഓരോരോ ഐറ്റംസ് ആയിരിക്കും കേട്ടോ. ഇന്നിപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാനും ഏട്ടനും കൂടെ തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ അക്ഷയ വന്നിട്ടുണ്ടായിരുന്നില്ല, എക്സാം ആയ കാരണം അവൾ പഠിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ പോയി തൊഴുതി ഭക്ഷണം കഴിച്ച് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അക്ഷയ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അക്ഷയെ വിളിക്കണം. ഇത് അക്ഷയോട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞാൽ ഇന്ന് എന്തൊക്കെയായിരുന്നു ഭക്ഷണം അതൊക്കെ പറയുമായിരുന്നു കേട്ടോ. കുട്ടികൾ വന്നില്ലെങ്കിലും നമ്മൾ എവിടെയും പോയി വന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരോട് പറയുമല്ലോ. അങ്ങനെ ഞാൻ അവളോടെല്ലാം പറഞ്ഞാണ്. ഇതാണ് കേട്ടോ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള പ്രസാദം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രസാദം ഉണ്ട് കേട്ടോ. പിന്നെ പോരാത്തതാ പിന്നെ വേറൊരു പൊതി കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞു പാത്രത്തിൽ കുറച്ച് പാല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കവറ് കൂടെ കാണിച്ചു തന്നാണ് കേട്ടോ. കണ്ടോ, മഹാകുംഭാഭിഷേകം കേട്ടോ. അത് നേരെ വീഡിയോയിൽ പെട്ടതുമില്ല കേട്ടോ. ഇപ്പോൾ കണ്ടുവല്ലോ. അപ്പോൾ അങ്ങനെ അതെല്ലാം ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്കിനി ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ. ഓപ്പൺ ചെയ്യുന്നത് ഒരു കോമഡി ആയിരുന്നു കേട്ടോ. ഞാൻ മേലെ പിടിച്ച് ഒരേ വലിക്കലായിരുന്നു. ഇത് താഴെ തുറക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ കണ്ടുപിടിച്ചു. പിന്നെ അങ്ങനെ താഴേക്ക് അങ്ങോട്ട് തുറന്നെടുത്തു. നല്ല രസമുള്ള കുഞ്ഞ് പാത്രം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അത് ഓപ്പൺ ചെയ്തെടുത്തപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് പഞ്ചാമൃതമാണ് കേട്ടോ. പഞ്ചാമൃതം ഉണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് പാൽപ്പായസം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പാൽപ്പായസം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് എന്താ പറയുക, കടുമധുര പായസം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ 3 പ്രസാദവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ കൊല്ലം ഇതുപോലെ ശിവരാത്രി സമയത്ത് നല്ല ആഘോഷമായിരിക്കും കേട്ടോ. അതുപോലെ നല്ല പോലെ ഇതുപോലെ 10 ദിവസം അന്നദാനവും
അതുപോലെ വൈകുന്നേരങ്ങളിൽ ഓരോ കലാപരിപാടികളും ഉണ്ടാവും. അതിനുശേഷം വൈകുന്നേരത്തെ ഭക്ഷണം ഉണ്ടാകും കേട്ടോ. ശിവരാത്രി കഴിയോളം ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ അവിലും മരലും കൂടിയിട്ടുള്ള അതൊന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ, റെസിപ്പികൾ. നമ്മളിന്ന് അമ്പലത്തിൽ പോകുന്ന കാരണമാണ് കേട്ടോ, വേറെ കൂട്ടാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെക്കാണ്ടിരുന്നത്. പിന്നെ സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും. നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളെ ഉച്ചക്ക് 12:15 പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.